ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുള്ളൂ കേട്ടോ. അക്ബറും അനീഷും കൂടി ചെറിയൊരു അടി നടക്കുകയാണ് പ്രൊമോയിൽ. അതുപോലെ ലാലേട്ടൻ വന്ന് ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാവരുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ആദ്യ ദിനത്തിലൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞ വ്യക്തിയായിരുന്നു, ഇപ്പോൾ സുപ്രഭാതം എന്നാണ് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും മലയാളം പറയണമെന്ന് കേന്ദ്രീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് അക്ബർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഒരു കുറ്റമാണോ? ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള കുറ്റങ്ങളാണ് ഇവർ കണ്ടെത്തുന്നത്. അനീഷിൻ്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന വ്യക്തി സുപ്രഭാതം പറഞ്ഞു, ഇതൊക്കെ ഒരു കുറ്റമാണോ? നിങ്ങൾ തന്നെ പറയും കേസ്. അപ്പോൾ അക്ബർ പിന്നെ അക്ബറിൻ്റെ പാവയെക്കുറിച്ച് പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താണ് പാവയെ പോലുള്ള അഭിപ്രായം നോക്കുമ്പോൾ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയെ ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയെ ഒരു വക്കീലാക്കി നിയമിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നെവിനെ, നൂറയെ, ആര്യനെ, ആദിലയെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെവി റൂഡായി സംസാരിക്കുന്നതിന് നൂറ പറയുന്നത്, ഞാൻ ആദ്യം അറിഞ്ഞത് തന്നെയാണ് ഈ സംഭവം, പാവെടുത്തക്കാർ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരും പറയേണ്ട, എന്നോട് കുറ്റസമ്മതം നടത്തിയിരുന്നു വന്നിട്ട് ആദിലാന്ന് പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, വക്കീലിനും കൂടി ഇതിലൊരു പങ്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് ആദിലും പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്ക് പലതരം പേരെഴുതിയിട്ടാണ്, ഒളിപ്പിക്കൽ കാർഡ്, കോമൺ കാർഡ്, അതുപോലെ തന്നെ കരച്ചിൽ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാർഡുകളൊക്കെ ഓരോരുത്തരോരുത്തർ എടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ഒളിപ്പിക്കൽ കാർഡാണ് അനീഷിന് കിട്ടിയത്. അപ്പോൾ അത് ആര്യനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആര്യനാണ് ഒളിപ്പിച്ച് വെക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആര്യന് കോമൺ മാൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും അനീഷിനെ കൊടുക്കത്തുള്ളൂ. അനുവിന് കിട്ടിയിരിക്കുന്നത് ഒറിജിനൽ കാർഡ് തന്നെയാണ്, കരച്ചിൽ കാർഡ്. അത് അനുവിന് തന്നെ കൊടുക്കാനാണ്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അനു പറയുന്നുണ്ട്, അനുവിൻ്റെ അടുത്ത് ലാലേട്ടൻ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അനു പറയുന്നുണ്ട്, ഈ ആര്യൻ കളിച്ചത് ക്യാപ്റ്റൻ ആകാനല്ല ലാലേട്ടാ, നോമിനേഷൻ ഫ്രീ ആകാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു പുതിയ കണ്ടുപിടുത്തം തന്നെയാണല്ലോ ഇപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. കാരണം കളിയൊക്കെ ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആയാൽ ഇമ്മ്യൂണിറ്റി വേണ്ട എന്ന് അനുമോള് പറയുമോ? അപ്പോൾ അനുമോള് പറയേണ്ടില്ല, ഞാനത് പറയില്ല എന്ന്. അപ്പോൾ പിന്നെ അതിനെന്താ കുഴപ്പം? ഓരോരുത്തരുടെ ട്രിക്ക് അനുസരിച്ച് ഓരോരുത്തർ കളിക്കട്ടെ എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യനോട് ചോദിക്കേണ്ട എന്താ അഭിപ്രായം? അപ്പോൾ ആരും പറയുന്നുണ്ട്, ചില സമയത്ത് അനുമോൾക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയില്ല ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ അനുമോള് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല ലാലേട്ടാ എന്ന് അനീഷും പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ പ്രൊമോകളൊക്കെ ഗംഭീരമായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊമോകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നെ നമുക്ക് കണ്ട് ആശ്ചര്യപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കി എടുത്തിടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ കാണണേ.